വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ലത്തീൻ രൂപതയെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുക. നെയ്യാറ്റിൻകര രൂപതയുടെ ഭാഗമായ വെള്ളറടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമലയുടെ 68ാമത് തീർത്ഥാടനത്തിന്റെ വിശദമായ വിവരങ്ങൾ കൈമാറാനാണ് എത്തിയിരിക്കുക. ഈ വർഷത്തെ വെള്ളറട കുരിശുമല തീർത്ഥാടനം മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 6 വരെ നടക്കുകയാണ്. അതിനെ തുടർന്ന് പെസഹ വ്യാഴം ദുഃഖവെള്ളി, അതായത് ഏപ്രിൽ 17, 18 തീയതികളിലുമായി നടക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ്. എല്ലാ വർഷവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ തീർത്ഥാടനത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായി ഇവിടെ ആയിരിക്കുന്നവരെ പരിചയപ്പെടുത്താം. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വിൻസെന്റ് പീറ്റർ, അദ്ദേഹം നെയ്യാറ്റിൻകര രൂപതയുടെ വികാർ ജനറലാണ്. അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറും റെക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അടുത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ അരുൺ പീജിത്ത്, അദ്ദേഹം തീർത്ഥാടനത്തിന്റെ അസിസ്റ്റന്റ് റെക്ടർ കൂടെയാണ്. രാഹുൽ ഈ തീർത്ഥാടനത്തിന്റെ പബ്ലിസിറ്റി കൺവീനറാണ്. ഒപ്പം ഉപദേശിമാരുടെ പ്രതിനിധിയായിട്ട് ആയിരിക്കുന്ന സെന്റ് ലൂയിസ് അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും നല്ല സഹകരണം നൽകുന്നുണ്ട്, നല്ലൊരു പബ്ലിസിറ്റി നൽകുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. നിങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് ഏറ്റവും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ സ്ഥലമാണ് വെള്ളറട. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സഖ്യ പർവ്വതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വിശുദ്ധ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 1957 മാർച്ച് 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വൗട്ടേഴ്സ് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുക. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് സാംക്രമിക രോഗം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നെറുകയിൽ ആ വൈദികൻ എത്തിച്ചേരുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കുരിശുമലയിലും അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുവാൻ സാധിച്ചു. അന്നു മുതൽ ആരംഭിച്ച തീർത്ഥാടനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും പങ്കിടുന്ന 2 പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 8ാമത്തെ കുരിശ് വരെ കേരളത്തിലും 8 മുതൽ 14 വരെയുള്ള കുരിശുകൾ തമിഴ്നാട്ടിലുമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായ ശ്രമകരമായിട്ടാണ് അവിടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. ഈ വർഷത്തെ തീർത്ഥാടനം 68ാമത് തീർത്ഥാടനം മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ 1-ാം ഘട്ടവും, 2ാമത്തെ ഘട്ടം ഏപ്രിൽ 17 പെസഹ വ്യാഴം ദുഃഖവെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലുമായിട്ട് നടക്കുകയാണ്. തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറിന്റെ ADM-ന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, മറ്റ് ഗതാഗത സൗകര്യങ്ങളും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നാണ്. ഇന്ന് ലോകത്തിൽ സ്നേഹത്തിൻ്റെ ഒരു അഭാവമുണ്ട്. സ്നേഹം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും
പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്ന അവസ്ഥയും, മാതാപിതാക്കളുടെ മക്കൾ തിരിച്ചറിയുന്നില്ല, മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയുന്നില്ല, മക്കൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു സംവിധാനത്തിൽ പോവുകയാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു നവോത്ഥാന ചിന്ത ഈ ലോകത്തേക്ക് നൽകുന്നത്. വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് സ്നേഹ ഹൃദയ സ്പന്ദനമാണ്. ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു ഈശ്വരനുണ്ടെങ്കിൽ, ആ ഈശ്വരൻ, ആ ദൈവം സ്നേഹമാവുന്നു. ആ സ്നേഹത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് സഹനത്തിലൂടെ, വേദനയിലൂടെ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കാണിക്കുന്നത്. അത് കുരിശിലെ യാഥാർത്ഥ്യമാണ്. ആ കുരിശ് ഇന്ന് ലോകത്തിലെ എല്ലാ ജനതയും ഒരു ചലഞ്ചായിട്ട്, ഒരു വെല്ലുവിളിയായിട്ട് നൽകുകയാണ്. നിങ്ങൾക്ക് ഒരു ജീവനുണ്ടെങ്കിൽ, ഒരു ജീവിതമുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ ജീവിതം മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് എല്ലാം ആയി. അതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ആ ഗോൾഡൻ റൂൾ, മറ്റുള്ളവർ എനിക്ക് എന്ത് ചെയ്തരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. ആ യഥാർത്ഥ സ്നേഹം ഇങ്ങോട്ട് ആവശ്യമാണെങ്കിൽ അങ്ങോട്ട് നൽകി കൊടുക്കുക. ഈ ഒരു റൂൾ ഈ ലോകത്തിൽ പകർന്നു കൊടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ വർഷത്തെ തീർത്ഥാടന കേന്ദ്രം ആഗ്രഹിക്കുന്നത്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഒരു നവോത്ഥാന കേന്ദ്രമാണ്. അവിടെ നിന്ന് നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ക്രമം അനുസരിച്ച് ഒന്നാമത്തെ ദിവസം വരുന്ന ഞായറാഴ്ച 30-ാം തീയതി 2 മണിക്ക് വെള്ളടയിൽ നിന്നും പ്രത്യാശയുടെ കുരിശിന്റെ വഴി എന്നുള്ള ഒരു ഭക്ത കർമ്മം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ 2025 ക്രിസ്തുവിന്റെ ജനന ജൂബിലി ആഘോഷിക്കുകയാണ്. ലോകത്തിന് സഭ നൽകിയിരിക്കുന്ന പ്രത്യേക സന്ദേശം എന്നത് എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും തീർത്ഥാടകരാണ്. അവിടെ തീർത്ഥാടനത്തിന്റെ അവസാനം സ്നേഹത്തിൽ അവസാനിക്കണം, സ്നേഹത്തിൽ തുടങ്ങണം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നാം എത്തിച്ചേരണം. അങ്ങനെയുള്ള പ്രത്യാശയുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാണ് സഭ ഈ ജൂബിലി വർഷത്തിൽ ലോകം നൽകുന്നത്. പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അക്രമവും അനീതിയും കൊള്ളയും വഞ്ചനയും ലഹരി പദാർത്ഥ ഉപയോഗവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രത്യാശയുടെ കുരിശിന്റെ വഴി നാം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം 4:30 മണിക്ക് കൊടിയേറ്റ് കർമ്മം ആരംഭിക്കും. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ റൈറ്റ് ഡോക്ടർ വിൻസെന്റ് സാമുവിന്റെ നേതൃത്വത്തിലായിരിക്കും കൊടിയേറ്റും പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കുന്നത്. 6:30 മണിക്ക് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ആയിരിക്കും നിർവഹിക്കുന്നത്. രണ്ടാമത്തെ ദിവസം 31-ാം തീയതിയും അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അന്ന് പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോർമേഷൻ, അവര് പാലിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു സെമിനാറും ബാക്കി നടക്കും. 1-ാം തീയതി ഏപ്രിൽ മാസം 1-ാം തീയതി അവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ വൈകുന്നേരം 4 മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നെയ്യാറ്റിൻകര രൂപത പുതിയ മെത്രാൻ സഹമെത്രാൻ റൈറ്റ് റവൻ ഡോക്ടർ സെൽവരാജനായിരിക്കും ആ കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് അന്ന് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതിയ കാലവും രാസലഹരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കേരള ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജൻ അമ്പൂരിയായിരിക്കും ആ ക്ലാസ് അവിടെ നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിലെ കൊച്ചുകുട്ടികൾ എങ്ങനെയോ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അക്രമവാസന ഇന്ന് കുട്ടികളാണ് കൊണ്ടുവരുന്നത്. ആ കുട്ടികൾ വരുന്ന ഈ അക്രമവാസനയുടെ കാരണവും അതിനെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സെമിനാറാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് മോൺസിഞ്ഞർ BP ജോസിന്റെ നേതൃത്വത്തിലുള്ള ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് അവിടെ സംഘവേദിയിൽ ആ കുരിശുമല സ്ഥാപിച്ച ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓട്ടസിന്റെ അനുസ്മരണ സമ്മേളനം ഉണ്ടായിരിക്കും. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നെയ്യാറ്റിൻകര രൂപത സഹാത്മനായിരിക്കും. 3-ാം തീയതി വ്യാഴാഴ്ചയും 4 മണിക്കും പൊന്തിഫിക്കൽ ദിവ്യബലി വൈകുന്നേരം 4 മണിക്ക് ഉണ്ടായിരിക്കും. അതിന് നേതൃത്വം നൽകുന്നത് തക്കല രൂപതാ മെത്രാൻ മാർ ജോർജ് രാജേന്ദ്രൻ അവരുകളായിരിക്കും. അന്നേ ദിനം തന്നെ അവിടെ നടക്കുന്ന സമ്മേളനം, മാധ്യമ സമ്മേളനം നമ്മൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല.
ഇന്ന് മാധ്യമത്തിന് വലിയൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് സത്യത്തെ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു പോസ്റ്റ് മോഡേൺ സംസ്കാരം അനുസരിച്ച് സത്യം തന്നെ വിഘടിച്ചു നിൽക്കുകയാണ്. യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടെത്താൻ പറ്റാതെ എല്ലാവരും പറയുന്നത് സത്യമാണ് എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് മാധ്യമ ധർമ്മങ്ങളിലും ഓരോ പത്രങ്ങളും ഓരോ മാധ്യമം നൽകുന്നത് ശരിയാണ് എന്ന ലെവലിൽ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെ തീർച്ചയായിട്ടും യഥാർത്ഥ സത്യം, ഈ ലോകത്തിന്റെ സത്യം അത് പുറത്തു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമ സദസ്സ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. 4-ാം തീയതി വെള്ളിയാഴ്ച ആഘോഷമായി ഫതിപ്പിക്കൽ തിരുവല്ലിക്ക് വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ വിൻസെന്റ് മാർ പൗലോസ് അദ്ദേഹം നേതൃത്വം നൽകുന്നതാണ്. അന്ന് സാംസ്കാരിക സദസ്സ് നടക്കുകയാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് റൈറ്റ് റവറൻ വിൻസെന്റ് മാർ പൗലോസ് മാർത്താണ്ഡ രൂപത അധ്യക്ഷൻ അതിന് നേതൃത്വം നൽകുന്നതാണ്. 6-ാം തീയതി ഞായറാഴ്ച അന്ന് രാവിലെ 9 മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി ഉണ്ടായിരിക്കും. തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത റൈറ്റ് മോസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് നെറ്റിയായിരിക്കും നേതൃത്വം നൽകുന്നത്. 1-ാം ഘട്ടം ക്രമീകരണങ്ങൾ അന്നത്തെ വൈകുന്നേരത്തെ ദിവ്യബലിയോടുകൂടി അവസാനിക്കും. അന്ന് കൊടിയിറക്കൽ കർമ്മം നടക്കുന്നതാണ്. തുടർന്ന് 2-ാം ഘട്ടം വിശുദ്ധ വാരത്തിലാണ് അത് ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും 17-ാം തീയതി വ്യാഴാഴ്ച അന്നത്തെ പെസഹ വ്യാഴാഴ്ച ആ പ്രോഗ്രാംസ് അന്ന് അവിടെ നടക്കും. അന്നും 18-ാം തീയതി വെള്ളിയാഴ്ചയും മല കയറേണ്ട അവസരം ഉണ്ടാകുന്നതാണ്. 17-ാം തീയതി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. തെക്കൻ കുരിശുമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തീർത്ഥാടനത്തിന് വരാം എന്നതാണ്. തീർത്ഥാടനത്തിന്റെ കുരിശ് സ്ഥാപിതമായിരിക്കും തമിഴ്നാട്ടിലെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരെയാണ്. അത് പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ അവിടെ കയറിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു യാത്രയാണ് അടിവാരത്തിന് മുകളിൽ എത്തുക എന്നുള്ളത്. ധാരാളം പേര് വരികയാണെങ്കിൽ തന്നെയും അവിടെ മുകളിൽ പോയി എത്തുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. എന്നാൽ അവിടെ പോകുന്നവർ ഓരോ വർഷവും വന്നതിന് ശേഷം വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ്. കാരണം ആ ദിവ്യമായ കുരിശിൽ നിന്ന് ദിവ്യമായ അനുഭവവും ആ സ്നേഹത്തിന്റെ ചൈതന്യമൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത്ര ബൃഹത്തായ ഒരു തീർത്ഥാടന കേന്ദ്രം ഇന്ന് നെയ്യാറ്റിൻകര രൂപതയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക രൂപതയെ സംബന്ധിച്ചിടത്തോളവും കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന കേന്ദ്രമായി, ഒരു പ്രത്യാശയുടെ കേന്ദ്രമായി നിൽക്കുകയാണ്. ഈ പ്രത്യാശയുടെ കേന്ദ്രമായി നിൽക്കുന്ന തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവം, പുതിയൊരു ചൈതന്യം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.